എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലനം. സ്റ്റാൻഡേർഡ് സമയം എന്നാൽ എന്ത്? ഏത് രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്? സ്റ്റാൻഡേർഡ് സമയം എന്നാൽ ഒരു രാജ്യത്തിൻ്റെ മാനക രേഖാംശത്തിലെ സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം, അതായത് സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഭാവി തലമുറയെ ഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോക രാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടുത്തതായി, അഖിലേന്ത്യാ സർവീസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം IAS, IPS. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വ്യക്തമാക്കുക. 1774 ഫിലാഡൽഫിയയിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേർന്നു. വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് അവർ ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് സൈന്യത്തെ അയച്ചത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. അടുത്ത ചോദ്യം, മൊറോക്കൻ പ്രതിസന്ധിയെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുണ്ടാക്കിയ രഹസ്യ കരാറാണ് അനുസരിച്ച് മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അതോടൊപ്പം മൊറോക്കൻ തുറമുഖമായ അയഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. അടുത്ത ചോദ്യം, ജനസംഖ്യാ പഠനത്തിൻ്റെ പ്രാധാന്യം എന്ത്? ഉത്തരം, രാജ്യത്തെ മാനവവിഭവശേഷിയുടെ ലഭ്യത അറിയാൻ, ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യം അറിയാൻ, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താൻ, സാമ്പത്തിക സാമൂഹിക വികസന നിയമങ്ങൾ രൂപീകരിക്കാൻ. അടുത്ത ചോദ്യം, ഹേമന്തകാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? വേനലിൽ നിന്നും ശൈത്യത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലം, അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുന്നു, പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്നു, മരങ്ങൾ ഇലപൊഴിക്കുന്ന കാലം. അടുത്തതായി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചൈന ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാറുന്നതിൽ മാവോ സെം തുഗ്ലക് വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സെ തുഗ്ലക് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാസിങ്ങിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. അടുത്ത ചോദ്യം, ലോക്പാൽ, ലോകായുക്ത എന്നിവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആദ്യമായി ലോക്പാലിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. അടുത്തതായി ലോകായുക്തയുടെ പ്രത്യേകതകൾ നോക്കാം. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോകായുക്ത.
നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. മൺസൂൺ കാറ്റുകളുടെ രൂപം കൊള്ളലിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? സൂര്യൻ്റെ അയനം, കോറിയാലിസ് പ്രഭാവം, താപനത്തിലെ വ്യത്യാസങ്ങൾ. സമയനിർണയത്തിൽ ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം എന്ത്? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും പറയുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 സമയമേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, കോളനി ഭരണം ലാറ്റിൻ അമേരിക്കയിലെ ജനജീവിതത്തെ ബാധിച്ചതെങ്ങനെ? എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. യൂറോപ്യരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. അടുത്ത ചോദ്യം, ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. അടുത്തതായി, കാറ്റുകളുടെ ദിശയെ കോറിയാലിസ് ബലം സ്വാധീനിക്കുന്നതെങ്ങനെയെന്ന് വിശദമാക്കുക. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ ഭൂമിയുടെ ഭ്രമണത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിന് കാരണമാകുന്ന ബലമാണ് കോറിയാലിസ് ബലം. കോറിയാലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. അടുത്തതായി 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി ക്രമപ്പെടുത്തുക. എ കോളത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ, അതിന് ചേർന്നത് ഗസ്റ്റപ്പോ. അടുത്തത് ബെനിറ്റോ മുസോളിനി, അതിൻ്റെ ശരിയായ ഉത്തരം കരിങ്കുപ്പായക്കാർ. യാസർ അറഫാത്ത്, ഉത്തരം പലസ്തീൻ വിമോചന സംഘടന. അടുത്തതായി ഗമാൽ അബ്ദുൽ നാസർ, ചേരിചേര പ്രസ്ഥാനം. അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? 1-ാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ ഏതെല്ലാം? വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. കുടുംബം വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം, പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. അടുത്തത്, അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പ്രാധാന്യം വിശദമാക്കുക. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഈ രേഖയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ 24 മണിക്കൂറിൻ്റെ സമയവ്യത്യാസമുണ്ട്. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ 1 ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ 1 ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. കരഭാഗം ഒഴിവാക്കിയാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഈ രേഖാംശ രേഖ നേർരേഖയല്ല. അടുത്തതായി, ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്നും പ്രാദേശിക വാദങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഒന്നാമതായി, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. അത്
ചിനൂക്ക് ആണ്. അടുത്തത് ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്, അതിൻ്റെ പേര് ലൂ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ് ഫൊൻ. അടുത്തത് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം മാംഗോഷവേഴ്സ്. അടുത്തതായി ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തുനിൽക്കേണ്ട, വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു, ഓഫീസുകളിൽ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അടുത്തത് റേറ്റ് വാരി വ്യവസ്ഥയുടെയും മഹൽവാരി വ്യവസ്ഥയുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്യുക. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. അമിതമായ നികുതി നിരക്ക് ഉണ്ടായിരുന്നു. നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു. കർഷകർ ഭൂ ഉടമകൾ ആയിരുന്നു. ഇത് റേറ്റ് വാരി വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. അടുത്തതായി മഹൽവാരി വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ, അതായത് മഹലിനെ, ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയും രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു കാലക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതിനാൽ ഇവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. അടുത്തതായി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ്. ഇവിടെ തണുത്ത വായു ഭൂമിയുടെ ഭ്രമണം മൂലം മുകളിലേക്ക് ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു. അതിനാൽ ഇവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. എ ക്വസ്റ്റ്യൻ. ഉത്തരായനത്തെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു. ഈ കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടി വരുന്നു. അടുത്തത് ദക്ഷിണായനമാണ്. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. ഈ കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറയുന്നു. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എ ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ വിവരിക്കുക. സൂചന: ഫ്രഞ്ച് സമൂഹം, ചിന്തകരും അവരുടെ ആശയങ്ങളും. ഫ്രഞ്ച് സമൂഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഒന്നാം എസ്റ്റേറ്റിനെ പറ്റി പറയാം. പുരോഹിതന്മാരുടെ സഭ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിതെ എന്നു പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അടുത്തത് രണ്ടാം എസ്റ്റേറ്റ് ആണ്. പ്രഭുക്കന്മാരുടെ സഭ സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. അടുത്തതായി മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രത്യേകതകളാണ്. മധ്യവർഗക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരാണ് ആ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ജനങ്ങൾ തൈലേ എന്ന പേരിലുള്ള നികുതി സർക്കാരിന് നൽകണം. ഭരണത്തിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല. താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നികുതി നൽകണം. അടുത്തതായി അതിൽ ചിന്തകന്മാരുടെ സ്വാധീനമാണ്. പ്രധാന ചിന്തകന്മാർ വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്നിവരാണ്. ഇവരുടെ പ്രത്യേകതകൾ പറയാം. വോൾട്ടയറുടെ പ്രത്യേകതകൾ: പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു.
സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന വാക്കുകളിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരമെന്ന് പ്രഖ്യാപിച്ചു. മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ നയം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളെ തിരിക്കണമെന്ന് വാദിച്ചു. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിശദമാക്കുക. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ: സൈനിക സഖ്യം രൂപീകരണം, പ്രീണനയനം, ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം: ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് നൽകി. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സഖ്യശക്തികൾ എന്ന സൈനിക സഖ്യത്തിന് രൂപം നൽകി. പ്രീണനയം: ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യശത്രുവായി കണ്ടത്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്: 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യശക്തികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർത്തു. യൂറോപ്യൻ രാജ്യങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. അടുത്തതായി, ആഗോളവാദങ്ങൾ ഏതെല്ലാം? ഏതെങ്കിലും ഒരു ആഗോളവാദത്തെക്കുറിച്ച് വിവരിക്കുക. ആഗോളവാദങ്ങൾ: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ്. വാണിജ്യവാദങ്ങൾ എന്നാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിൽ ഇവയ്ക്ക് വടക്ക് കിഴക്ക് ദിശയിൽ വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്തതായി പശ്ചിമവാദങ്ങളാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്തത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് ഇവ. കോറിയാലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളത്തിലും കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നു. ചുവടെ നൽകിയിരിക്കുന്ന അക്ഷാംശങ്ങളിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്ന ദിവസങ്ങൾ ഏതെല്ലാം? ഈ ദിനങ്ങളുടെ പ്രത്യേകതകൾ വിവരിക്കുക. ഉത്തരായന രേഖ, ഗ്രീനിച്ച് ഗ്രീഷ്മ അയനാന്ത ദിനം. ജൂൺ 21 സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് മുകളിലായിരിക്കും. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അടുത്തതായി ഭൂമധ്യരേഖയിലാണ്. സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നു. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ എത്തുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും പകലിൻ്റെ ദൈർഘ്യം തുല്യമായിരിക്കും. അടുത്തത് ദക്ഷിണായന രേഖയെ പറ്റിയാണ്. ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ഡിസംബർ 22 സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിരിക്കും. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും ഏറ്റവും ഹ്രസ്വമായ പകലും അനുഭവപ്പെടുന്നു. ഇതോടെ മലയാളം മീഡിയം ചോദ്യങ്ങൾ അവസാനിക്കുന്നു. അടുത്തതായി 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെൻഷൻ ദ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്: എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ്, സോഷ്യൽ ക്യാപിറ്റൽ. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? Which meridian is considered as the standard meridian of India? Each country in the world consider the longitude that passes through their middle as the standard meridian. The local time as the standard meridian is the standard time. The standard meridian of India is 82 degree half degree east longitude.
What are the objectives of the United Nations organization? To give succeeding generations from the war, to protect international territories and laws. Write the features of the All India services. Recruits at national level, appoints in central or state service. Example, IAS and IPS. Explain the role of the First Continental Congress in the American War of Independence. The delegates of the colonies met at Philadelphia to protest against policies and rules imposed by England. They raised the slogan, "No taxation without representation," and submitted the petition to the King of England. Next question. Prepare a short note on Moroccan crisis. Under a secret territory between Britain and France in 1904, Britain recognized French rule in Morocco. Germany did not accept this treaty. Next question. Mention the importance of population studies. Population studies help the government to quantitatively assess the different needs of people and to plan activities and programs accordingly. Next question. Write the peculiarities of autumn season. Transition from summer to winter. Day by day temperature decreasing. Trees shed their leaf. അടുത്തതായി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അവയും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്.